ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടേതാണ്. ഇതിന് നമ്മൾ ഒരു നുള്ളു പോലും ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ സോഫ്റ്റായിട്ടും എന്താ പറയുക, കാണാൻ തന്നെ നല്ല സ്റ്റൈലായിട്ടുള്ള ഇഡ്ഡലിയാണ്. എന്നാൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് അരി കുതിർക്കാനായിട്ടുണ്ട്. അതിലായിട്ട് ഒരു ബൗൾ എടുക്കാം. 1 കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതാ റേഷനരിയാണ് എടുത്തത്. നിങ്ങളിനി റേഷനരി അല്ലെങ്കിൽ പെട്ടെന്ന് വേവുന്ന അരിയില്ലേ, അത് വേണം എടുക്കാനായിട്ട്. അതിട്ടെടുത്തു. അതുപോലെ തന്നെ ആ അരി എടുത്ത സെയിം അളവിൽ തന്നെ നമ്മൾ പച്ചരിയും കൂടി എടുക്കുക. നിങ്ങളിനി അരക്കപ്പാണെങ്കിൽ അതേ അരക്കപ്പ് തന്നെ പച്ചരി എടുക്കുക. അതുപോലെ 1 കപ്പ് ഉഴുന്നുപരിപ്പും കൂടി എടുക്കുക. മൂന്നും കൂടി ഒന്നിച്ച് തന്നെ നമുക്ക് കുതിർത്ത് വെക്കാം. സാധാരണ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉഴുന്നുപരിപ്പ് വേറൊരു ബൗളിൽ, പച്ചരി വേറൊരു ബൗളിലാണ് കുതിർത്തെടുക്കാറ്. ഇത് നമുക്ക് അങ്ങനെ കുതിർക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാറുണ്ട്. ഇത് നമുക്ക് ഒന്നിച്ച് തന്നെ സോക്ക് ചെയ്യാം. ഒന്നിച്ച് തന്നെ അരച്ചെടുത്താലും അടിപൊളി തന്നെ കിട്ടും. ഇനി ഇത് നല്ലപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെക്കുക. 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് സോക്ക് ചെയ്യാനായിട്ട് നോക്കുക. പുഴുങ്ങലരി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈം സോക്ക് ചെയ്യുക. ഇത് രാവിലെ സോക്ക് ചെയ്ത് ഈവനിങ്ങിൽ അരച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് മോർണിംഗിലൊക്കെ ചുട്ടെടുക്കുക. ആ ഒരു രീതിയിൽ നോക്കുക. നമ്മുടെ അരിയൊക്കെ സോക്കായിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. 2 സ്റ്റേജസ് ആയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് നോക്കാം. കുതിർക്കാനായിട്ട് ഒഴിച്ചു കൊടുത്ത വെള്ളമില്ലേ, ആ വെള്ളം തന്നെ അരച്ചെടുക്കാനായിട്ട് എടുക്കാം. ക്ലീൻ ചെയ്തിട്ടല്ലേ നമ്മൾ ഒഴിച്ചത്. ഇനി ഒരു ബൗളിലേക്ക് ഇതാ അരച്ച മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി മോർണിംഗിൽ നമുക്ക് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം. അരച്ചു വെച്ച മാവിത നല്ല പോലെ തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നല്ല പോലെ ടോട്ടലി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് റെഡിയാക്കി കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ തന്നെ വേണം ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം അതിൻ്റെ തട്ട് വെക്കുക. അതും കൂടി ചൂടായാൽ ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഓരോ കുഴിയിലും നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി വെന്ത് കിട്ടും. ഇനി ഇതാ വെന്ത ഇഡ്ഡലിയുള്ള തട്ടില്ലേ, ഞാൻ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഇത് ചൂടാറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സ്പൂണില്ലാതെ കൈ വെച്ചുകൊണ്ട് തന്നെ ഇഡ്ഡലി ഇതാ ഇതുപോലെ ഇളക്കിയെടുക്കാനും പറ്റും. ഒട്ടും തന്നെ ഇതിൽ ഒട്ടിപ്പിടിക്കുകയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു തട്ട് ഇവിടെ തണുക്കാനായിട്ട് വെക്കുന്ന ടൈം കൊണ്ട് അടുത്ത തട്ടിൽ ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഈ ഇഡ്ഡലി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും സിമ്പിളായിട്ട് തോന്നുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.